വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണങ്ങൾ തേടി നടക്കുമ്പോൾ അധികം ആരും മനസ്സിലാക്കാത്ത ഒരു കാരണം കൂടിയുണ്ടെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതാണ് സ്വർണ്ണ ഖനനം. ഇത് സംബന്ധിച്ച് പുറം ലോകം അധികം മനസ്സിലാക്കാത്തതും അധികം ആർക്കും അറിയാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതിന് പിന്നാലെ പലരും ദുരന്തത്തിന്റെ കാരണങ്ങളെ കുറിച്ച് വാചാലരാവുകയും മാധവ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു. ക്വാറി ഖനനം, അനധികൃത കുടിയേറ്റം, റിസോർട്ട് നിർമ്മാണം തുടങ്ങി പല ആരോപണങ്ങളും ഉയർന്നു. എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു ഖനന കഥ കൂടി വയനാടിന്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. അതാണ് സ്വർണ്ണ ഖനനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് വയനാട്, അതിർത്തിയിലെ തമിഴ്നാട് ഭാഗം എന്നിവിടങ്ങളിൽ നടന്ന സ്വർണ്ണ ഖനനത്തെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ, ചൂരൽമല, പടിഞ്ഞാറത്തറ മേഖലകളിലെ പാറകളിൽ സ്വർണത്തിന്റെ അംശമുണ്ടെന്ന വാർത്ത 1850കളിൽ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും പ്രചരിച്ചിരുന്നു. സ്വർണ്ണാംശം ആദ്യം കണ്ടെത്തിയത് ഡോക്ടർ ബുക്കനൻ എന്ന ബ്രിട്ടീഷ് പര്യവേക്ഷകനായിരുന്നു. 1807 അത്. അതിനുശേഷം മിസ്റ്റർ യങ് എന്ന ബ്രിട്ടീഷുകാരൻ നീലഗിരി മലകളിലെ അരുവികളിൽ നിന്ന് സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. 1830 മലബാർ കളക്ടറായിരുന്ന DH ബാബർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ നിലമ്പൂർ രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യാതിർത്തിയിൽ നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന്റെ 10% റോയൽറ്റി രാജാവിന് നൽകണം. ഇതിനുശേഷം കുറച്ചു കാലത്തേക്ക് സ്വർണ്ണ ഖനനമൊന്നും അങ്ങനെ കാര്യമായി നടന്നില്ല. എന്നാൽ 1865 ഓസ്ട്രേലിയൻ സ്വർണ്ണ പര്യവേക്ഷകനായ സ്റ്റേണും വിതേഴ്സും ചേർന്ന് ആൽഫ ഗോൾഡ് കമ്പനി രൂപീകരിച്ച് പന്തല്ലൂരിൽ സ്വർണ്ണ ഖനനം നടത്തിയിരുന്നു. ഉപരിതല പാറകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് കുറെ കൊല്ലങ്ങൾ കമ്പനി മുന്നോട്ട് പോയി. 1878 ആയപ്പോഴേക്കും വയനാട്, പ്രോസ്പെക്റ്റിക്, പ്രിൻസ് ഓഫ് വെയിൽസ് എന്നീ പുതിയ 2 കമ്പനികൾ കൂടി വയനാട്ടിലെത്തി. എന്നാൽ ഇവർക്ക് സ്വർണം കണ്ടെത്താനായില്ല. 1879 ഓസ്ട്രേലിയക്കാരനായ ബറോ സ്മിത്ത് എന്ന ഖനന വിദഗ്ധൻ വയനാട്ടിലെത്തി. പടിഞ്ഞാറത്തറയിലെ 2000 ഏക്കറിൽ പര്യവേക്ഷണം ആരംഭിച്ചു. ആഫ്രിക്കയിലെ ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്ത സ്വർണം വയനാട്ടിലേതാണെന്ന പേരിൽ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അതോടെ ഇംഗ്ലണ്ടിലുള്ളവർക്ക് ഇരിക്കപ്പുറത്തില്ലാതെയായി. അവിടെ നിന്ന് 41 കമ്പനികളും ഇന്ത്യയിൽ നിന്ന് 6 കമ്പനികളും വയനാട്ടിലെത്തി. ഇവയെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു. 6 ദശലക്ഷം പൗണ്ടായിരുന്നു ഈ കമ്പനികളുടെ മൂലധനം. വിദേശത്ത് നിന്ന് ഖനന വിദഗ്ധരെയും കമ്പനികൾ വയനാട്ടിലെത്തിച്ചു. അതോടെ കമ്പനികളുടെ ഓഹരി മൂല്യം കുത്തനെ കൂടി. ഗൂഡല്ലൂരിന് അടുത്തുള്ള പന്തല്ലൂരിൽ വലിയ സത്രങ്ങളും ഗോൾഫ് മൈതാനങ്ങളും ഉണ്ടായി. ഓസ്ട്രേലിയയിൽ നിന്ന് ഖനന യന്ത്രങ്ങളും റെയിലുകളും കൊണ്ടുവന്നിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ നിബിഡ വനങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഈ മൈനിങ് കമ്പനികൾ വാങ്ങിക്കൂട്ടി. 1881 ഖനനം തുടങ്ങി. 1 ടൺ അയിരിൽ നിന്ന് 4 ഔൺസ് സ്വർണം ലഭിക്കുമെന്ന വ്യാജ സന്ദേശം ഇംഗ്ലണ്ടിൽ പ്രചരിച്ചതോടെ കമ്പനികളുടെ ഓഹരി മൂല്യം വീണ്ടും ഉയർന്നു. 1888 ആയപ്പോഴേക്കും തട്ടിപ്പ് പുറത്തായി. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഖനനം ചെയ്യാനുള്ള സ്വർണം വയനാട്ടിൽ ഇല്ലെന്ന സത്യം പുറത്തു വന്നു. അപ്പോഴേക്കും കമ്പനികളെല്ലാം തന്നെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. ഇത് നേരത്തെ മുന്നിൽ കണ്ട പ്രൊമോട്ടർമാർ ഓഹരി വലിയ വിലയ്ക്ക് വിറ്റ ശേഷം നാടുവിട്ടിരുന്നു. സ്മിത്തിന്റെ സ്വർണ്ണപ്പാടവും ബംഗ്ലാവും ബാണാസുര നാഗർ അണക്കെട്ടിലെ റിസർവോയറിന്റെ അടിത്തട്ടിൽ എവിടെയോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ അന്നത്തെ സമ്പന്നരായിരുന്ന മദ്രാസ് ചെട്ടിമാരോ ബോംബെയിലെ കച്ചവടക്കാരോ സ്വർണ്ണ ഖനനത്തിന് മുതൽ മുടക്കാൻ തയ്യാറായില്ല. സ്വർണം ഇല്ലെന്ന് അറിഞ്ഞതോടെ ഭൂമി വാങ്ങിക്കൂട്ടിയ കമ്പനികൾ അവിടമാകെ തേയില വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഖനനത്തിനായി മലബാറിൽ നിന്നും തമിഴ്നാട്, കർണാടക മേഖലകളിൽ നിന്നും കൊണ്ടുവന്ന തൊഴിലാളികൾ തേയിലത്തോട്ടങ്ങളിലെ പണിക്കാരായി മാറി. അവരുടെ പിന്മുറക്കാരാണ് ഇന്നും വയനാട്ടിലുള്ളത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം ഗൂഡല്ലൂർ, പന്തലായനി, ചൂരൽമല പ്രദേശങ്ങളിൽ സ്വർണ്ണ ഖനനത്തിനായി എടുത്ത കുഴികൾ മൂടിയിരുന്നില്ല. ആയിരക്കണക്കിന് ഏക്കർ നിബിഡ വനങ്ങൾ വെട്ടിമാറ്റിയാണ് ഖനികളും മറ്റ് സ്ഥാപനങ്ങളും സൃഷ്ടിച്ചത്. 100 കൊല്ലത്തിലധികമായി ഈ കുഴികളിൽ മഴക്കാലത്ത് വെള്ളമിറങ്ങുന്നു. 1974 മുണ്ടക്കയിൽ ആദ്യ ഉരുൾപൊട്ടലുണ്ടായത്. അന്ന് 200 മില്ലിമീറ്ററിലധികം മഴയാണ് ഒരു ദിവസം പെയ്തത്. ഇക്കൊല്ലവും അങ്ങനെ തന്നെയായിരുന്നു. അടുത്ത കാലത്ത് ജാർഖണ്ഡിലെ പലയിടങ്ങളിലും ബദ്രീനാഥിലും മണ്ണൊലിപ്പിൽ ചില പട്ടണങ്ങൾ തകർന്നു. ഹിമാലയൻ പർവ്വതങ്ങളുടെ അടിവാരത്ത് 1960 തന്നെ ഉപേക്ഷിച്ച ധാരാളം കൽക്കരി ഖനികൾ മൂടാതെ കിടക്കുന്നത് കൊണ്ടായിരുന്നു ഇതെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാലാകാലങ്ങളിൽ പലതരത്തിൽ പ്രകൃതിയിൽ ചെയ്ത ചൂഷണത്തിന്റെ ഫലമാണ് വയനാട് ജനത ഇന്ന് അനുഭവിക്കുന്നത്. അതിന് ഏതെങ്കിലും വിഭാഗം മനുഷ്യരെയോ സർക്കാരുകളെയോ മാത്രം വിമർശിച്ചിട്ട് കാര്യമില്ല. യാതൊരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്ന ഖനനങ്ങൾ ഇനിയും പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് ഇനിയെങ്കിലും ഖനനങ്ങളും വലിയ നിർമ്മിതികളും നടത്തുമ്പോൾ പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം.